ബാബു നമുക്കറിയാവുന്നതുപോലെ ഈ കേസിൽ ആദ്യാവസാനമുള്ള ആളാണ്. മഹസർ മാറ്റിയെഴുതിയത്, സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയ വിദ്വാനാണ് ഈ പറയുന്ന മുരാരി ബാബു. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത ദിവസം 90 കഴിഞ്ഞു. മുരാരി ബാബുവിനും ജാമ്യത്തിനുള്ള അർഹതയിലേക്ക് നീങ്ങുകയാണ്. ഇവരെല്ലാവരും ജാമ്യാപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇനി കോടതിക്ക് ഇതിൽ കൃത്യമായ നിരീക്ഷണം കോടതി പറയുകയാണ്. ഡിസംബർ 5 മുതൽ 19 വരെയുള്ള അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് കോടതി ആവർത്തിക്കുക കൂടി ചെയ്യുന്നു. ടി.വി. പ്രസാദ്, അത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേർക്ക് വിമർശനം വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് KP ശങ്കർദാസിന്റെ അറസ്റ്റ് ബോധപൂർവം വൈകിപ്പിച്ചു, അത് മകൻ DIG ആയതുകൊണ്ടാണോ എന്ന വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നേരത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആൾ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകുന്നു, അങ്ങനെ ആശുപത്രിയിലായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അറസ്റ്റ് വൈകിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗമായി ഉണ്ടാകുന്നു. ഡിസംബർ 5 മുതൽ വിനീത പറഞ്ഞതുപോലെ ഡിസംബർ 5 മുതൽ 19 വരെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം ആ സമയം തിരഞ്ഞെടുപ്പിന്റെ സമയമാണ്. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന നിഗമനത്തിലേക്കാണ് ഹൈക്കോടതി പോകുന്നത്. ചുരുക്കത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല എന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടന്ന കൂട്ടക്കവർച്ച, ആ കൂട്ടക്കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതി തിരിയുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീത, ശരി, ഇതിൽ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ ഒരു മലയാളം സിനിമാ ഗാനം കൂടി ഉദ്ധരിക്കുകയാണ്. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? സംക്രമം ഉദയസംക്രമം എന്ന പാട്ട്, ആ സിനിമാ ഗാനം കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ 3 പേരുടെയും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ വിധി പ്രസ്താവം വരുന്നത്. അതിന്റെ